വെച്ചിട്ട് എല്ലാ ദിവസവും ഞായറും തിങ്കളൊന്നും ഇല്ല, ഒരു അവധി പോലെ എടുക്കാൻ എല്ലാ ദിവസവും രാവിലെ ഇതിനു വേണ്ടി ചാടി എണീക്കും. എന്നിട്ട് അന്നത്തെ മോഡൽ എടുക്കുക, സ്റ്റിച്ച് ചെയ്യുക, വീഡിയോ എടുക്കുക, ഇടുക. അങ്ങനെ പോയി. അന്നൊന്നും ഇല്ലായിരുന്നെന്ന് പറഞ്ഞ് തളർന്നിരുന്നിരുന്നെങ്കിൽ ഇന്ന് എനിക്കൊരു ബ്രാൻഡിന്റെ ഓണർ ആവാൻ സാധിക്കില്ലായിരുന്നു. എല്ലാം ഉണ്ടായിട്ട് തുടങ്ങാന്ന് പറഞ്ഞിരിക്കരുത്. അപ്പൊ ഒന്നും ഇല്ലെന്ന് പറഞ്ഞിരിക്കാതെ ഇന്ന് തുടങ്ങണമെങ്കിൽ ഇന്ന് തുടങ്ങിക്കും. എലീസ നമ്മോട് പറയുന്ന ഒരു കാര്യമുണ്ട്, അന്ന് ഒന്നുമില്ല എന്ന് കരുതി ഞാൻ തളർന്നിരുന്നുവെങ്കിൽ ഇന്ന് ഇത്രയും വലിയൊരു ബ്രാൻഡിന്റെ ഓണറാകാനായിട്ട് എനിക്ക് സാധിക്കത്തില്ലായിരുന്നു എന്നുള്ളത്. എല്ലാം ഉണ്ടായിട്ട് തുടങ്ങാമെന്ന് കരുതിയിരിക്കരുത്, ഇന്ന് തുടങ്ങുക. ഡു ഇറ്റ് ടുഡേ. ഓർത്തിരിക്കേണ്ട ഒരു കാര്യം ഇതാണ്, വലിയ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് ചെറിയ ചെറിയ തുടക്കങ്ങളിൽ നിന്നുമാണ്. പലപ്പോഴും നമ്മളെയൊക്കെ പിന്നോട്ട് വലിക്കുന്നത് എന്താണ്, എനിക്ക് ഇത്രയൊക്കെയല്ലേ ഉള്ളൂ, ഇതുകൊണ്ട് എന്താവാനാണ് എന്നൊക്കെയുള്ള നെഗറ്റീവ് ചിന്തകളാണ്. എലീസ നമ്മോട് പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം ഇതാണ്, എത്ര ചെറുതായിക്കൊള്ളട്ടെ, എത്ര മോശമായിക്കൊള്ളട്ടെ, നീ തുടങ്ങുക എന്ന്. ഇന്നത്തെ സുവിശേഷത്തിൽ സ്വർഗരാജ്യത്തെ ഒരു കടുകുമണിയോട് ഈശോ ഉപമിക്കുന്നുണ്ട്. ഈ കടുകുമണിയൊന്ന് ഓർത്ത് നോക്കി, എത്രയോ ചെറുതാണ്, പക്ഷേ അത് വളർന്നു കഴിയുമ്പോൾ വലിയ മരമായിട്ട് മാറുകയാണ്. തുടക്കം എപ്പോഴും ഇങ്ങനെയാണ്. പലരും നമ്മെ പിന്നോട്ട് വലിച്ചു എന്നൊക്കെ വരാം. അതിപ്പോൾ ആത്മീയ കാര്യത്തിലായാൽ പോലും വിശുദ്ധിയിൽ വളരണമെന്നൊക്കെയുള്ള വലിയ ആഗ്രഹം നമ്മുടെ ഉള്ളിലുണ്ട്. പക്ഷേ പലപ്പോഴും നമ്മുടെ തന്നെ ബലഹീനതകളിലേക്ക്, നമ്മുടെ കുറവുകളിലേക്ക് നോക്കുമ്പോൾ എന്നെക്കൊണ്ട് കഴിയുമോ എന്നത് നെഗറ്റീവ് ചിന്തകൾ നമ്മെ പിന്നോട്ട് വലിക്കാം. അതുകൊണ്ട് നമ്മുടെ കുറവുകളിലേക്ക് നോക്കി അസ്വസ്ഥരാകാതെ, പിന്നോട്ട് പോകാതെ തുടക്കങ്ങളിടാൻ പരിശ്രമിക്കും. എലീസ പറഞ്ഞതുപോലെ എല്ലാം ഉണ്ടായിട്ട് തുടങ്ങാമെന്ന് കരുതരുത്. ഡു ഇറ്റ് ടുഡേ.